നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നത്. അവർ പലരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഹൈക്കോടതിയുടെ ചില ചോദ്യങ്ങൾ. മാത്രവുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മറ്റ് രണ്ട് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിൻ്റെയും പേരിൽ നടപടിയെടുത്തില്ല, പ്രതികളാക്കിയില്ലെന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ കോടതി ചോദിച്ചു. കോടതിയുടെ വിമർശനം എത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രത്യേക അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കാം ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അറസ്റ്റിലായ രണ്ടുപേരും അതുപോലെ ദേവസ്വം ബോർഡിലെ ഉന്നതരുമെല്ലാം ഉൾപ്പെട്ട വലിയൊരു സംഘം ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുകയും അങ്ങനെ വ്യാപകമായ തോതിലുള്ള കൊള്ള നടത്തുകയും ചെയ്തു എന്ന് വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരങ്ങൾ ഒരുപക്ഷെ പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ ഗോവർദ്ധനെ ഒപ്പം വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇവിടെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെളിപ്പെടുത്തിയിരിക്കുന്നത് താനിതൊന്നും ഒറ്റയ്ക്കല്ല ചെയ്തത് എന്നാണ്. അതായത് ഇതിന് പിന്നിൽ വലിയൊരു സംഘടിതമായ ശ്രമമുണ്ടായിരുന്നു, സംഘടിതമായ നീക്കം തന്നെയാണ് നടത്തിയത്, അങ്ങനെയാണ് ഇതെല്ലാം ഇവിടെ നിന്ന് മോഷണം പോയത് എന്നാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന മറ്റൊരു വിവരം ശബരിമലയിൽ 1998 സ്ഥാപിച്ച സ്വർണ്ണ താഴികക്കുടങ്ങളെക്കുറിച്ചായിരുന്നു. ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. മാത്രമല്ല, ഗോവർദ്ധൻ നൽകിയ 10 പവൻ്റെ മാലയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം വരുന്നു. ഈ മാല അവിടെ ലഭിച്ചതായി ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല, മഹസർ തയ്യാറാക്കിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ ഇത്തരം സ്വർണ്ണ വ്യാപാരികളെയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇവർ അതാത് കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉന്നതരെ സ്വാധീനിക്കുകയും അതുവഴി കോടികൾ ഇവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്ന് തന്നെയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു അന്താരാഷ്ട്ര മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ള മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ ഈ സന്ദർഭത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞതനുസരിച്ച് പ്രമുഖനായ ഒരു വ്യവസായിക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മൊഴി ഫോണിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കോടതി അങ്ങോട്ട് ഇടപെട്ടപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പെട്ടെന്ന് തന്നെ ഈ കുറച്ചു കാലം ഉറങ്ങി കിടന്ന ഈ സംഘത്തിന് ജീവൻ വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 5-ാം തീയതിക്ക് ശേഷം യാതൊരു തരത്തിലുള്ള നടപടിയും പ്രത്യേക അന്വേഷണ സംഘം കൈക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഒരു രൂക്ഷമായ ഇടപെടലിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ കനത്ത തിരിച്ചടിയിൽ ഉറപ്പായും അതിൽ സ്വർണ്ണക്കൊള്ളൊരു പ്രധാന വിഷയം തന്നെയാണ് CPM-ന് നന്നായിട്ട് അറിയാം. ഇടതുമുന്നണി എല്ലാവർക്കും അത് വ്യക്തമായി അറിയുകയും ചെയ്യുന്നു. എന്തെങ്കിലും മറ്റേതെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് തടികൂരാനുള്ള ശ്രമമാണ് ഇപ്പോഴും CPM നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിലെ 10-ാം പ്രതി കോടതി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഉണ്ടായിരുന്ന അസാമാന്യമായ സ്വാധീനമാണ്. ഇയാൾ ആരാണ് ഇത്രയധികം വളർത്തിയത് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണമാണ് ശരിക്കും ആദ്യം നടത്തേണ്ടത്. കാരണം ഇയാൾ ശബരിമലയിലെ തന്ത്രി കുടുംബത്തിലെ ഒന്നും അംഗമല്ല, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെറിയ പൂജകളും മറ്റും നടത്തിയിരുന്ന ഇയാൾ ശബരിമല കയറിപ്പറ്റിയതിന് ശേഷം അവിടുത്തെ അതിശക്തനായ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരാളായി വളർന്നതിൻ്റെ പിന്നിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഈ മാഫിയ സംഘം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് പതിറ്റാണ്ടുകളായി ശബരിമലയിൽ തുടരുന്ന കൊള്ള തന്നെയാണ് എന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് ലഭിച്ചുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്നുമൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തേണ്ടി വരും. പക്ഷേ അതിനൊക്കെ അവർ തയ്യാറാകുമോ മുതിരുമോ എന്നുള്ളതാണ് സ്വാഭാവിക ചോദ്യം. പക്ഷേ അവിടെ എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുകളിൽ ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണമുണ്ട്, കൃത്യമായി അവർ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനം നടത്തേണ്ടി വന്നത്. ഏതായാലും ശബരിമലയിലെ സ്വർണം കട്ടവരൊന്നും തന്നെ വെറുതെ പോകുന്ന ലക്ഷണം കാണുന്നില്ല. അതുപോലെ ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യലിന് ലഭിച്ച വിവരങ്ങൾ അതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇതുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. തനിക്ക് ലഭിച്ചത് ശബരിമല സ്വർണം തന്നെയാണ് എന്ന് അറിയാവുന്ന ഗോവർദ്ധൻ ഇതിന് പാപപരിഹാരാർത്ഥം അന്നദാനം നടത്തിയെന്ന് പറയപ്പെടുന്നു. ഇതിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചൊരു കോക്കസ് അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നും ഇവരെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ദിവ്യമായ വസ്തുക്കളും കടത്തിക്കൊണ്ടുപോയി എന്നും തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതെല്ലാം കടത്തിയത്. കാരണം ശബരിമലയിലെ ഓരോ വസ്തുവിനുമുള്ള ആത്മീയപരമായ മൂല്യം അത് വിലമതിക്കാനാവാത്തതാണ്. 1 പവൻ്റെ 2 പവൻ്റെ ഒരു സ്വർണത്തിൻ്റെ മാത്രം വിലയല്ല, പവൻ്റെ വിലയല്ല, അതിനൊരു ആത്മീയ വാല്യൂ ഉണ്ട്. അതുതന്നെയാണ് ഇവരെ ഇതിലേക്ക് ആകർഷിച്ചത് എന്ന് വേണം കരുതാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ഇടനിലക്കാരനെ കൃത്യമായി ഈ സംഘത്തിന് കിട്ടിയത് കൊണ്ട് തന്നെ ഇയാൾക്ക് താനൊരു പൂജാരിയാണ് എന്നുള്ള ആ ഒരു ലേബൽ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി കേരളത്തിന് പുറത്തുള്ള ആളുകളെ സ്വാധീനിക്കാനും അത്തരത്തിൽ മാഫിയ സംഘങ്ങളെ ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ വിറ്റഴിക്കാനും
വിദേശങ്ങളിലേക്ക് കടത്താൻ പോലും ഒരുപക്ഷെ സഹായകരമായി തീർന്നു എന്ന് വേണം കരുതാൻ.